ഹായ് ഗായ്സ്, എല്ലാവർക്കും ആയിഷാസ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ പോസ്റ്ററാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യലെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന വാൾ പോസ്റ്ററിൻ്റെ വിഷയം യൂട്യൂബ് ലോഗോയാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ലോഗോ വരക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ വരക്കാം. ഞാനിവിടെ വരക്കാൻ പോകുന്നത് യൂട്യൂബ് ലോഗോയാണ്. അങ്ങനെ ഞാൻ A4 ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ലോഗോ വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ലോഗോ. അപ്പോൾ A4 ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് സ്കെയിലൊക്കെ എടുത്തതിന് ശേഷം. യൂട്യൂബ് ലോഗോയുടെ കറക്റ്റ് ഒരു രീതി എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടാബ് എടുത്തതിന് ശേഷം സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. യൂട്യൂബ് ലോഗോയുടെ ഫോട്ടോ ഗൂഗിളിൽ അടിച്ചു നോക്കിയതിന് ശേഷം അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഫാബ്രിക് പെയിൻറ്റിൽ യൂട്യൂബ് ലോഗോയൊക്കെ ചുവപ്പാണല്ലോ, അതുകൊണ്ട് ഞാൻ ചുവപ്പ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചുവപ്പ് കളർ എടുത്തതിന് ശേഷം കൊടുക്കുകയാണ് കേട്ടോ കളർ. ബ്രഷൊക്കെ ആദ്യം വെള്ളത്തിലൊക്കെ മുക്കി നമ്മൾ ഫാബ്രിക് പെയിൻറ് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ വാൾ പോസ്റ്റർ വാങ്ങാതെ തന്നെ A4 ഷീറ്റും പെയിൻറ്റും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നേ ഉള്ളൂ. വാൾ പോസ്റ്റർ വീടിനകത്തൊക്കെ ഒട്ടിച്ചാൽ നല്ല രസമുണ്ടാവില്ല കാണാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോ എടുക്കാം, ഹാർട്ട് ഷേപ്പ് എടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ വരച്ച പോലത്തെ യൂട്യൂബ് ലോഗോ എടുക്കാം, എല്ലാതും എടുക്കാം കേട്ടോ. ഇത്
സ്ട്രൈറ്റ് നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബ്രഷാണ്. അതുകൊണ്ട് കുറച്ച് പിന്നുള്ള ബ്രഷാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വരക്കുമ്പോൾ സൂക്ഷിച്ച് വേണം വരക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കുളമാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ബ്ലോഗറുടെ സൈഡിലൊക്കെ കുറച്ച് പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അപ്പം തന്നെ തിരുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യൂട്യൂബ് ലോഗോക്ക് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ യൂട്യൂബ് ലോഗോയല്ലേ വരച്ചിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ യൂട്യൂബും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് എന്ന് എഴുതി കൊടുത്താൽ മതി. ഞാനിവിടെ യൂട്യൂബ് ലോഗോയല്ലേ വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് എന്ന് എഴുതി കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ എടുത്തതിന് ശേഷം ഞാൻ യൂട്യൂബ് എന്ന് എഴുതിയതിൽ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഞാൻ യൂട്യൂബ് എന്ന് എഴുതിയപ്പോൾ കൂടി ബ്ലാക്ക് കളർ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ബ്ലാക്ക് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബോർഡറുമേ കൊടുക്കാനാണ്. സൈഡിൽ ബോർഡറുമേ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത് വീണ്ടും. അങ്ങനെ ഞാൻ മേളിലും താഴത്തും സൈഡിലുമൊക്കെ ആയി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വാൾ പോസ്റ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഗൈസ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ. നമ്മുടെ ചാനൽ ഫോളോവും കൂടി ചെയ്യണേ. അടുത്തൊരു പുതിയ വീഡിയോയുമായി എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇരിക്കുക. പിന്നെ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് മൂടി വെച്ചിട്ട് നമ്മുടെ ബ്രഷ് കഴുകി ഇങ്ങനെ പെൻ ഹോൾഡറിൻ്റെ ഇതിലേക്ക് വെച്ചു. ഒന്നുകൂടി യൂട്യൂബിൻ്റെ മേലെ കൂടി എഴുതി കൊടുക്കണ ഒരു ക്ലിയർ ഇല്ലായിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ വാൾ പോസ്റ്റർ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ വാൾ പോസ്റ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.